ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ NDA സീറ്റ് വിഭജനത്തിൽ അതൃപ്തി വ്യക്തമാക്കി ജനാധിപത്യ രാഷ്ട്രീയ സഭ സംസ്ഥാന അധ്യക്ഷ CK ജാനു. എല്ലാ കക്ഷികളെയും പരിഗണിക്കണമെന്ന് NDA യോഗത്തിൽ എന്നാവശ്യപ്പെട്ടെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. വയനാട് സീറ്റിൽ ചർച്ച നടന്നിട്ടില്ല. ആദിവാസി വിഭാഗത്തെ ഒരു മുന്നണിയും പരിഗണിക്കുന്നില്ലെന്നും CK ജാനു കുറ്റപ്പെടുത്തി. ഇപ്പോൾ NDAയിൽ ശരിക്കും ഘടകകക്ഷി എന്നുള്ള നിലയിൽ ഉള്ളതാണ് നമ്മൾ ശരിക്കും. ഇപ്പോൾ ഘടകകക്ഷി എന്നുള്ള നിലയിൽ എല്ലാ ഘടകകക്ഷികളെയും ഒരുപോലെ പരിഗണിക്കേണ്ടതാണ്. അങ്ങനെയാണല്ലോ ശരിക്കും മുന്നണി സഖ്യത്തിൻ്റെ ഒരു വ്യവസ്ഥ. BDJS-ഉം BJP എന്നുള്ള നിലയിലാണ് ശരിക്കും ഇപ്പോൾ തീരുമാനമെടുക്കലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അങ്ങനത്തെ ഒരു അഭിപ്രായം ചോദിക്കലോ ഒരു ചർച്ചയോ ഒന്നും ഇതുവരെയും നടത്തിയിട്ടില്ല. ഇപ്പോൾ ഈ സമയം വരെ ഇല്ല. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും. സുർജിത്ത്, NDA 4 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ബാക്കിയുണ്ട് കേരളത്തിൽ. ഇപ്പോൾ CK ജാനുവിൻ്റെ ഈ പ്രതികരണം അതിൽ ഏതെങ്കിലും ഒരു സീറ്റ് മോഹിച്ചാണോ എന്ന് പറയാൻ സാധിക്കുമോ? എന്താണ്, ഏത് രീതിയിലുള്ള അതൃപ്തിയാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ CK ജാനു വ്യക്തമാക്കുന്നത്? അത്തരത്തിലൊരു സീറ്റ് മോഹം കൊണ്ട് എന്ന് പറയാൻ കഴിയുകയില്ല പ്രജിൻ. ഇതിൽ പ്രധാനമായും അവർ ഉന്നയിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് ഘടകകക്ഷികളെ പരിഗണിക്കാൻ BJP തയ്യാറാകണമെന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇതിൽ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുണ്ട്, CK ജാനു നേതൃത്വം നൽകുന്നത്. NDAയുടെ സഖ്യകക്ഷിയാണ്. അത്തരത്തിൽ നിലവിൽ ഇപ്പോൾ 2 പാർട്ടികൾക്ക് മാത്രമാണ് പരിഗണന നൽകുന്നത്. അത് BJP-യും അതോടൊപ്പം തന്നെ BDJS-ഉം മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണിക്കുന്നത് എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ NDA യോഗത്തിൽ എല്ലാ ഘടകകക്ഷികളെയും പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നീട് അതിന്റെ തുടർ നടപടികളോ ചർച്ചകളോ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് CK ജാനു പറയുന്നുണ്ട്. ഈ വയനാട് സീറ്റിലേക്ക് തന്റെ പേര് ഉയർന്നു വരുന്നത് മാധ്യമ വാർത്തകളിലൂടെയാണ് അറിയുന്നതെന്നും CK ജാനു പറയുന്നുണ്ട്. ഇതുവരെ BJP നേതൃത്വം ഒരു അഭിപ്രായവും തന്നോട് ചോദിച്ചിട്ടില്ല. ഇതേക്കുറിച്ച് ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല എന്നുള്ളതും CK ജാനു പറയുന്നു. ഒപ്പം തന്നെ ഈ വയനാട്ടിൽ NDA സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് ഇത്രയായിട്ടും പ്രഖ്യാപനം നടന്നിട്ടില്ല. ഈ 4 സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ വയനാട്ടിലെ സ്ഥാനാർത്ഥി കൂടി വരേണ്ടതുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നുള്ളതും CK ജാനു പറയുന്നു. ഒപ്പം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദിവാസി വിഭാഗത്തെ പരിഗണിക്കാൻ ഒരു മുന്നണിയും തയ്യാറാകുന്നില്ല എന്നുള്ള ആക്ഷേപം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. ഈ പട്ടികജാതി സീറ്റ് നൽകുന്നുണ്ട്, പക്ഷേ ഈ പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സീറ്റ് നൽകുന്നില്ല. ഇത്തരത്തിൽ ആദിവാസി വിഭാഗങ്ങളെ പരിഗണിക്കാൻ മുന്നണികൾ തയ്യാറാകണമെന്നുള്ള അഭ്യർത്ഥന കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശരി, എന്തായാലും ഒരു രാഷ്ട്രീയ മുന്നണിയും ആദിവാസി വിഭാഗങ്ങളെ സീറ്റുകളിലേക്ക് പരിഗണിക്കുന്നില്ല എന്ന അതൃപ്തിയാണ് CK ജാനു പങ്കുവെക്കുന്നത്. സുജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്നും.